ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഈ റെസിപ്പി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കൃത്യമായിട്ടുള്ള അളവൊന്നും അറിയില്ല, എന്നാലും ഇത് 3 പുഴുങ്ങിയ മുട്ടയും 2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസ്, 4-5 ഡേറ്റ്സ്, ഒരു 2 ടേബിൾ സ്പൂൺ തേൻ, 40 ml മിൽക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മുട്ടയുടെ സ്മെല്ല് മാറിയിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കൊക്കോ പൗഡറും വാനില എസൻസും ചേർത്തു. പക്ഷേ അത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അതിൽ ഒഴിച്ച് ഫ്രിഡ്ജിലൊരു 3-4 മണിക്കൂർ വയ്ക്കുക. ഞാനൊരു നൈറ്റ് ഫുൾ അങ്ങ് വെച്ചു. സംഭവം ഞാൻ എക്സ്ട്രാ ചേർത്ത വാനില എസൻസും കൊക്കോ പൗഡറിൻ്റെയും അപാകത ഒഴിച്ചാൽ നമുക്കൊരു ചോക്ലേറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇത് മതി. ഹെൽത്തിയുമാണ്. കൊക്കോ പൗഡറും വാനില എസൻസും ഞാൻ എക്സ്ട്രാ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ലും ഒരു കയ്പും കുറച്ച് മുന്നിട്ട് നിന്നു. ആദ്യം എടുത്ത അളവിൽ തന്നെ മതിയായിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നു അതും. ഏതായാലും ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ക്രേവിങ്സിന് ഇത് തന്നെ ധാരാളം.